തിരുവനന്തപുരത്ത് കൂട്ടാത്മഹത്യ എന്നൊരു സങ്കടകരമായ വാർത്തയാണ് പറയാനുള്ളത്. ചിറയൻകീഴ് ഒരു വീട്ടിലെ 4 പേരാണ്, അച്ഛൻ, അമ്മ, 2 മക്കൾ, 4 പേരാണ് മരിച്ചത്. ചിറയൻകീഴ് വക്കത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഷഫീദ് റാവുത്തർ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. ഷഫീദ്, ആരൊക്കെയാണ് മരിച്ചവർ? എന്താണ്, ആത്മഹത്യയാണോ? ആത്മഹത്യയെങ്കിൽ എന്താണ് കാരണം? വിവരങ്ങളുണ്ടോ ഷഫീദ്? കശ്മി, ഏറെ സങ്കടകരമായ ഒരു വാർത്ത തിരുവനന്തപുരം വർക്കല ചിറയൻകീഴ് ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയാണ് ചിറയൻകീഴ് വക്കത്ത് കുടുംബത്തിൽ കൂട്ട ആത്മഹത്യ എന്നുള്ള വിവരം നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ, ഭാര്യ ഷീജ, 2 ആൺമക്കൾ അക്ഷയ്, ആകാശ് എന്നീ 2 ആൺമക്കളുമാണ് മരിച്ചത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നാട്ടുകാർ, അതായത് ഇന്നലെ ഒന്നും ആ വീട്ടിൽ വലിയ ശബ്ദങ്ങളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അയൽവാസികളായിട്ടുള്ള ആളുകൾ ഇന്ന് രാവിലെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിനിടയിലാണ് സംശയം തോന്നുകയും തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. കടക്കാവൂർ പോലീസ് എത്തി വീട് തുറന്നു നോക്കിയപ്പോഴാണ് 4 പേരും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിന് പിന്നാലെ പോലീസ് നടപടി അല്പസമയം മുൻപ് ആരംഭിച്ചിട്ടുണ്ട്. കടബാധ്യതയാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. പ്രത്യേകിച്ച് വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന അനിൽകുമാറിന്റെ ലോൺ അടക്കമുള്ള കാര്യങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല മറ്റു ചില സാമ്പത്തിക ബാധ്യതകളും ഇദ്ദേഹത്തിനുണ്ട് എന്ന തരത്തിലേക്ക് ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വിശദമായ പരിശോധന നടത്തുകയാണ്. നിലവിൽ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടില്ല. അത് ആദ്യം മാറ്റുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുകയും അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നുള്ളതും പറയുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഈ വിവരം, നാടിനെ ഞെട്ടിക്കുന്ന ഈ കൂട്ടാത്മഹത്യയുടെ സങ്കടകരമായ വിവരം പുറത്തറിയുന്നത്. ഹാഷ്മി. ഷഫീദ്, വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ് അനിൽകുമാർ എന്ന് പറയുന്നു. അത് ഏത് പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്? ജോലിയുമായി ബന്ധപ്പെട്ട കടബാധ്യതയോ അങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടോ ഷഫീദ്? കശ്മീർ, നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പോലീസിന് ലഭിച്ചൊരു പ്രാഥമിക വിവരം മാത്രമാണ്. ആ വിവരത്തിൽ ഈ വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്ന അനിൽകുമാറിന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു, ലോൺ അടക്കമുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, മറ്റു ചിലർക്ക് ചില പണങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ള വിവരം മാത്രമാണ് പോലീസിന് അയൽവാസികളും അതേപോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ നൽകുന്ന വിവരം. എക്സാക്ട് എന്താണ് ആ കടബാധ്യത എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യവുമല്ല. മാത്രവുമല്ല ഇന്നലെ അസാധാരണമായ ഒരു സാഹചര്യവും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കൂടാതെ ഈ വീട്ടിൽ നിന്ന് കാര്യമായ ബഹളങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയൽവാസികളായ ചിലർ ഈ വീടിന്റെ പരിസരത്തേക്ക് എത്തുന്നത്. അങ്ങനെ സംശയം തോന്നിയാണ് കടക്കാവൂർ പോലീസിനെ വിവരം അറിയിക്കുകയും കടക്കാവൂർ പോലീസിൽ നിന്നും ഉള്ള സംഘം അവിടേക്ക് എത്തി പരിശോധന നടത്തുമ്പോൾ ഈ 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. ഏതായാലും വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരനും ചിറയൻകീഴ് വക്കം സ്വദേശി, അത് കൃത്യമായി ആ സ്വദേശം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അനിൽകുമാർ എന്ന് പറയപ്പെടുന്നയാളും അദ്ദേഹത്തിന്റെ കുടുംബവും, അതായത് ഭാര്യ, 2 മക്കളും ആത്മഹത്യ ചെയ്യുന്ന നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കാശ്മീർ. സങ്കടകരമായ വാർത്തയാണെന്ന് ഉറപ്പായും പറയണം. അച്ഛനും അമ്മയും 2 ആൺമക്കളുമാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല മക്കളെ കുട്ടികളുടെ ആത്മഹത്യ മക്കൾക്കും ഒരു ഇപ്പോൾ കുട്ടികൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം കൂടി കവർന്നെടുത്തുകൊണ്ടുള്ള നീക്കമാണ്. അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യയ്ക്ക് ന്യായീകരണമില്ല. പ്രത്യേകിച്ച് കുട്ടികളെ കൂട്ടിയുള്ള ആത്മഹത്യയ്ക്ക് ഒട്ടുമേ ന്യായീകരണങ്ങളില്ല. സങ്കടകരമാണ്.